ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എന്താടാ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എപ്പോഴത്തെയും പോലെ ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത്. ഞാൻ എന്നത്തെയും പോലെ ഹാപ്പി കൂടുതലാണ്, കൂടെ ഹാപ്പിയാണ്. അതായത് ഇന്ന് ജൂൺ 13th ആണ്. നമ്മൾ ഖത്തറിലേക്ക് ഇന്ന് രാത്രിയാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു മിനി വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അത് പറയാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അതിൻ്റെ ഒരു മിനി വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. ലോങ് വീഡിയോ നമ്മൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. നിങ്ങൾ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സ്, നിങ്ങൾ മൊത്തം വീഡിയോ ചേച്ചി പറഞ്ഞ മൊത്തം കാണണം, ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതാണ്. പിന്നെ നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇട്ട് അറിയിക്കുന്നതാണ്. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെ പപ്പു ഒരു കുട്ടി ലീവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ക്ലാസ് തുടങ്ങാത്തത് കാര്യമായി. പപ്പുവിന് ലീവൊക്കെ എടുത്ത്, അതാണ്, പപ്പു ഒരു കുട്ടി ലീവ് എടുത്തിട്ടുണ്ട്. യെസ്, പക്ഷെ ഹാപ്പി അല്ലേ? അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. പപ്പു 2 ദിവസമായിട്ട് ഭയങ്കര കള്ള വയറുവേദനയുണ്ട്. സ്കൂളിൽ നിൽക്കാതിരിക്കാനാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. കള്ള വയറുവേദന അല്ല, അവൻ്റെ വയറുവേദന വന്നു. പക്ഷേ എന്താണ്, എക്സൈറ്റഡ് ആണ്. ഇപ്പം മാറി. അതിന് പപ്പു ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഇനി നാളെയല്ലേ പോകുന്നത്. പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. കുറച്ച് ജോലികളായിരുന്നു, കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങും. നാളെ 12 മണിക്ക് ശേഷം ഇറങ്ങും. ഇവിടെ അടുത്താണ് എയർപോർട്ട്. പിന്നെന്താണ്, കുറച്ച് ഭയങ്കര തിരക്കായിരുന്നു. അതിന് ഇടയ്ക്ക് ഞാൻ ഇവനെ വീഡിയോ എടുക്കാൻ വിളിച്ച് ഇവ ഭയങ്കര തിരക്കായിരുന്നു. ഇവൻ പപ്പു കുക്ക് ചെയ്യാൻ വേണ്ടി കയറി. ഞാൻ പപ്പു കുക്ക് ചെയ്യാൻ വേണ്ടി കയറി തിരക്കായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ് TV കാണാൻ വന്നിരുന്നപ്പോഴാണ് ഞാൻ വന്ന് വിളിച്ചത്. അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. കുറച്ച് തിരക്കായിപ്പോയി. അപ്പം ഇടയ്ക്കിടയ്ക്കൊന്നും എടുക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പം ടാറ്റാ. ഫ്രണ്ട്സ്, പപ്പുദേ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ആണ്. അവൻ്റേതായ രീതിക്കാണ് അവൻ ഫ്രൈ ചെയ്യാൻ നോക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മരിച്ചിനിയും ചിക്കൻ കറിയും കഴിക്കണം. മരിച്ചിനിയും ചിക്കൻ കറിയും കഴിക്കണം. ഭയങ്കര ടേസ്റ്റ്. ചിക്കനോ എവിടെ ബീഫിൻ്റെ അപ്പൊ ഫ്രണ്ട്സ്, ഹലോ എന്ന് പറഞ്ഞ് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് പാക്ക് ചെയ്ത് തീർന്നു. പിന്നെ ഇവിടെ കലങ്കളയായി കിടക്കുന്ന. അപ്പൊ ഇനി അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ നേരത്തെ കഴിച്ചായിരുന്നല്ലോ. അമ്മ കഴിക്കാൻ വേണ്ടി പോയി. അപ്പൊ അമ്മ കഴിച്ചിട്ട് വന്നിട്ട് നമ്മള് ഇത് പറക്കി ഒതുക്കണം. സമയം ഒരു 10 മണിയുണ്ടായെന്ന് തോന്നുന്നു. ഇതാ അവിടെയൊക്കെ പറക്കി തീർന്നു. ഇവിടെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇനി ഇവിടെ പറക്കി എടുക്കണം. യെസ് ഫ്രണ്ട്സ്, അതൊക്കെ റെഡിയാക്കി ക്ഷീണിച്ചു പോയി. കൈയൊക്കെ കഴയ്ക്കുന്നു. അപ്പം അവിടെ പപ്പ പടമൊക്കെ വരച്ച് വെച്ചേക്കണം കേട്ടോ. കയ്യിൽ ബെൻഡെന്ന് എഴുതി വെച്ചേക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതേ ബാഗ് ക്ലോസ് ചെയ്യും. ഇനി കുറച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്യും. അമ്മയും പപ്പവും കൂടെ ബെഡ്ഷീറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ AC ഇന്ന് പണി പറ്റിക്കുന്നതാണ്. സോ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വിരിച്ചിടാണ്. ഇനി പോകാൻ നേരത്തെ ഇത് ക്ലോസ് ചെയ്യണം. പിന്നെ വേറെ സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പെട്ടി ജസ്റ്റ് അടയ്ക്കാനുണ്ട്. അടയ്ക്കണം. അത് തുണി എടുത്ത് ആക്കിച്ചു കടയാം. പപ്പു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡിയാവാൻ പോണു. അമ്മയും റെഡിയാവാൻ പോകുന്നു. അപ്പം റെഡി ആയിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോകാൻ പോവാണ്. എല്ലാം വെച്ച് നമ്മളിനി പോകാൻ പോവാണ് നേരെ. ഫ്രണ്ട്സ്, നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് നമ്മുടെ വണ്ടിയിലല്ല, കുഞ്ഞയുടെ കാറിലാണ്. കാരണം നമ്മളെ വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഹാൻഡ് ബ്രേക്ക് ജാമായിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കയറാൻ പോവാണ്. ട്രോളിയും കൊണ്ടുപോട്ടെ. പപ്പു ബ്രോ
സെന്റ് അടിക്കുന്നു. എവിടെ അവിടെ വെച്ച് സെന്റ് അടി അടുത്ത ആഴ്ച തിരിച്ചു വരുന്നു. കരയോടാ. ഞാൻ അവിടെ പ്ലെയിനെ കണ്ട് നമുക്കൊന്ന് കാണിച്ചു തരാം. കണ്ട കണ്ടെയ്നർ, AKE കണ്ടെയ്നർ, AKE കണ്ടെയ്നർ. ഇത് PLV, പുഷ്പ ട്രാക്ടർ, AKE കണ്ടെയ്നർ, പിന്നെ PMS. അതുകൊണ്ടായിരിക്കുന്നത് PMS. അതുകൊണ്ട് ആ ഒരു ടണലിലാണ് കാണുന്നത് PMS. ഫ്രണ്ട്സ്, നമ്മളിന്ന് കയറാൻ പോകുന്ന ഫ്ലൈറ്റാണ് ബോയിങ് 787 ഡ്രീം ലൈനർ. അപ്പോൾ അതിലാണിത് പോകുമ്പോൾ. ഇത്ര നാൾ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഒരു 787 ഡ്രീം ലൈനറിൽ പോകുന്നത്. അപ്പോൾ ഹാപ്പി. ഇതാണ് PLV. അങ്ങനെ ഫ്രണ്ട്സ്, ഫൈനലി നമ്മളിത് കയറാൻ പോവാണ്. കയറുന്ന വീഡിയോ ഞാനങ്ങനെ എടുത്തിട്ടില്ല. പോവാറായി. ഫ്രണ്ട്സ്, പപ്പുവിന് ഫുഡ് കിട്ടി. പപ്പുവിനാണ് ആദ്യം കിട്ടിയത്. അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് കൊടുത്തിട്ടേ മുതിർന്നവർക്ക് തരുള്ളൂ. അങ്ങനെ പപ്പു ജ്യൂസ് അല്ല വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ സോസേജ് വിത്ത് ഓംലെറ്റാണ് പറഞ്ഞത്. പിന്നെ അതിലും കൂടെ കുറച്ച് കട്ട് ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, രാവിലെയാണ് ലാൻഡ് ആവുന്നത്. അതുകൊണ്ട് നല്ല സൺറൈസ് കാണാൻ വേണ്ടി പറ്റി. ഇതിനേക്കാളും സെറ്റായിട്ട് നമ്മൾ കണ്ടിരുന്നത് ഉറക്കത്തിൻ്റെ ഇടയിലാണ് കണ്ടത്. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നല്ലോണം എല്ലാവർക്കും ഉറങ്ങാൻ പറ്റിയില്ല. 2 കുഞ്ഞു അവകൾ ഇതുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഖത്തറിൽ 2 റൺവേ ഉണ്ട്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. നമ്മൾ വെസ്റ്റിലാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ ഈസ്റ്റിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പാരലായിട്ട് വേറൊരു ഫ്ലൈറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ കണി അത് തന്നെയായിരുന്നു. നല്ല സീനായിരുന്നു. പക്ഷെ അത് അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ ലാൻഡായി. അങ്ങനെ രാവിലെ ഇവിടെ എത്തിയപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഫ്രണ്ട്സ്, നമ്മളിതേ PMSലൂടെയാണ് ഇറങ്ങുന്നത്. നമ്മുടെ A380യുടെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം എന്താണ് PMS. PMS എന്ന് വെച്ചാൽ പാസഞ്ചർ മൊബൈൽ സ്റ്റെപ്പ് എന്നാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഫ്ലൈറ്റ് റിമോട്ട് ബേയിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. സോ നമ്മൾ PMS യൂസ് ചെയ്താണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ബസ് വന്നു. അങ്ങനെ നമ്മൾ അതിലേക്ക് കയറാണ്. ഫ്രണ്ട്സ്, ഇത് പീക്ക് ടൈം ആയതുകൊണ്ട് ഒരുപാട് എയർക്രാഫ്റ്റുകൾ ഇപ്പോൾ ഗ്രൗണ്ടിലുണ്ട്. ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ പപ്പു ഞാനും കൂടെ പോകുന്നു. ഫ്രണ്ട്സ്, നല്ല തലവേദനയുണ്ട്. ഭയങ്കര കണ്ണുകഴപ്പൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങണം. നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓ ചൂടേ.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അയ്യോ അപ്പു ഇങ്ങനെയുണ്ട് ക്ഷീണം? ഫ്രണ്ട്സ് ഇന്നത്തെ ദോശയുടെ നീളം കഴിച്ചു കഴിച്ചു കഴിച്ചു. എവിടെ നിന്ന് തുടങ്ങും? പുറത്തുനിന്നാണ്. ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല, ഇവിടുത്തെ മസാല ദോശ പൊളിയാണ്. അതിൻ്റെ കൂടെ കിട്ടിയ ചട്നി സൂപ്പറാണ്. പിന്നെ വടയിലും പ്രത്യേകം പറയണം, അത് ഭയങ്കരമായിട്ട് സോഫ്റ്റാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ നല്ലൊരു ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ് വടയ്ക്ക്. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഫ്രണ്ട്സ് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. അയ്യോ ചൂട് സഹിക്കാൻ വയ്യ. നല്ലൊരു മരം ഉള്ളതുകൊണ്ട് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങാൻ തയ്യാറായി നിന്നു. ഭയങ്കര നമ്മുടെ നാട്ടിലേക്കാളും ഭയങ്കര ചൂട്. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഇത്തിരി ഉള്ളു, ഇത്തിരി കഴിയുമ്പോൾ തുടങ്ങണേ ഉള്ളു. ഭയങ്കര തലവേദന. ഇന്ന് ഉറങ്ങാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. ഫ്ലൈറ്റിൽ 3 പൊടി കൊച്ചുങ്ങളുണ്ടായിരുന്നു, കരച്ചില. അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര തലവേദന. ഫ്രണ്ട്സ് ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്തിരുന്നു RDX ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്തിരുന്നു RDX കണ്ട് ഉറങ്ങി. പക്ഷേ മൊത്തം കണ്ടില്ലെന്ന് പറയാടാ. മൊത്തമില്ല, പാതി വരെ പകുതി പോലും കണ്ടില്ല. ഇവിടെ അടുത്താണ് ലുലു മാൾ. ഇത്ര നടന്നു പോയാൽ മതി. ഈ കാണുന്ന കെട്ടിടം ലുലു മാൾ. യെസ്, നടന്നു പോയാൽ മതി. നമുക്ക് പപ്പുവിനെയും കൊണ്ട് പോവാം അല്ലേ? ഇതാണ് ഇത്ര ഡിസ്റ്റൻസ്, ഇത്രേ ഉള്ളൂ അടുത്ത്. ഫ്രണ്ട്സ് ഇവിടെ പിന്നെ ഒരു കിളിയുണ്ട്, ചെറിയ കിളി, പ്രാവിന്റെ മണ്ടൻ കിളിയുണ്ട് ഫ്രണ്ട്സ്. കിളിയോ പോയി, നിങ്ങൾ പോയി കാണിച്ചു തരാം. ഇപ്പൊ പോയതേ ഉള്ളൂ ഒരു മണ്ട. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ വീഡിയോസും പാർട്ടായിട്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെയും ബൈ ബൈ.